ഹലോ. അപ്പോൾ ദേ നമ്മൾ ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ദേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പുറത്തുള്ള ദേ ഈ മരങ്ങളെയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ റെഡിയാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ നല്ല മൊരിഞ്ഞ ദോശയും അതുപോലെ നല്ല കടലക്കറിയാണ് നമ്മൾ രാവിലെ ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് രാവിലെ ആണ് ഞാൻ ദോശമാവ് അരച്ച് വെച്ചത്, അതുകൊണ്ട് പുളിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടാക്കി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു. നല്ല പാകത്തിനുള്ള പുളിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശ സൂപ്പറായിരുന്നു. രാവിലെ ദോശയുടെ കൂടെ തന്നെ നമ്മൾ പിന്നെ ഒരു മുട്ടയും കൂടെ ബുൾസൈ അടിച്ചു കേട്ടോ. അങ്ങനെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ മുട്ടയും ദോശയും കടലക്കറിയായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾക്ക് ഇന്ന് പുറത്തേക്ക് പോകണമായിരുന്നു. അപ്പോൾ പുറത്തായിട്ട് നമ്മൾ മെയിനായിട്ട് പോകുന്നത് നമുക്ക് ഇന്നൊരു ഫിലിം കാണാനാണ്. അപ്പോൾ രാവിലെ പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയായി മീൻസ് നമ്മൾ വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക് ഇട്ടു, ചെറുതായിട്ടൊന്ന് കണ്ണെഴുതി കൊടുത്തു, അത്രയേ ഉള്ളൂ കേട്ടോ. ദേ അങ്ങനെ ഇപ്പോൾ നമ്മൾ തിയേറ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ ദേ നമ്മൾ തിയേറ്ററിലെത്തി. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് സൂക്ഷ്മദർശിനിയാണ് കേട്ടോ. സൂപ്പർ ഫിലിമാണ്. എല്ലാവരും അവിടെ കണ്ടവരെല്ലാം തന്നെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കേട്ടോ. ഫുൾ ഒരു സീറ്റ് പോലും വേക്കൻ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, നിറയെ ആളായിരുന്നു. അപ്പോൾ സൂപ്പർ ഫിലിമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഫിലിമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 3-3:30 ടൈം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങിച്ചത് കപ്പയും അതുപോലെ തന്നെ മുളകിട്ട മീൻകറിയാണ് കേട്ടോ. കപ്പയെന്ന് പറയുമ്പോഴത്തേനും നന്നായിട്ട് അയഞ്ഞ് നല്ലതായിട്ട് കുഴഞ്ഞിരിക്കുന്ന കപ്പയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത്രയും നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കപ്പ. അതുപോലെ തന്നെ മീൻകറി സൂപ്പറായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ കപ്പ കഴിക്കുന്നത്, അതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ചിക്കൻ ബിരിയാണിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണി റൈസും മസാലയെല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷേ ചിക്കൻ കുറച്ച് എന്തോ കട്ടി കൂടുതലായിരുന്നു. അപ്പോൾ ചിക്കൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ബിരിയാണി സൂപ്പറായിരുന്നു, റൈസും നമ്മുടെ മസാലയും സൂപ്പറായിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് ലുലു മാളിലാണ് കേട്ടോ. അപ്പോൾ ലുലു മാളിൽ നമ്മൾ നേരെ ഫുഡ് കോർട്ടിലാണ് പോയത്. അപ്പം അവിടെ നമ്മൾ കുറച്ച് നേരം ഇരുന്നു, കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചു. അപ്പോഴാണ് നമ്മൾ അവിടെ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ നമ്മുടെ ഹലോ മമ്മിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അതിൻ്റെ ക്രൂ മെമ്പേഴ്സും നമ്മുടെ ഷർഫുദ്ദീൻ അതുപോലെ തന്നെ ഐശ്വര്യലക്ഷ്മി അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അവരെയൊക്കെ ഒന്ന് കണ്ട്, നിറയെ ആൾക്കാരായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇത് കൂടെ തന്നെ കുറേ സെയിലും കാര്യങ്ങളൊക്കെ, ബാഗിൻ്റെ ഒക്കെ സെയിലൊക്കെ ഓഫറിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അവരെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് വൈകിട്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ, അപ്പോൾ ഫുഡ് എന്തെങ്കിലും പാഴ്സൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ വീടിനടുത്തുള്ള ഒരു ഷോപ്പിൽ കയറി. അപ്പോൾ ഐസ്ബർഗ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് കേട്ടോ. നല്ല ആംബിയൻസ് ആണ് നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാൻ. പക്ഷേ നമ്മളിപ്പോൾ ഏതായാലും ഫുഡ് വാങ്ങിക്കുകയായിരുന്നു. നമ്മളൊരു അൽഫാമാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അൽഫാമും കുബൂസും പിന്നെ കുറച്ച് മയണൈസും പിന്നെ ഇതുപോലെ നമ്മുടെ കുറച്ച് കട്ട് വെജിറ്റബിൾസൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം കീർത്തി.